കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം പഞ്ചായത്തിലാണ് ആയിട്ട് എത്തിച്ചേരാൻ പറ്റാവുന്ന ഒരു സ്ഥലം. സങ്കേതം എന്നാണ് ഇതിന്റെ സ്ഥലത്തിന്റെ പേര്. ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിറഞ്ഞ കൈതക്കുണ്ടുകള്, ഇവിടുത്തെ വയലുകള്, അതിനോട് രണ്ടിന്റെയും ഇടയിൽ കൂടെ വരുന്ന നല്ല റോഡ്, അതിനോട് ചേർന്നിട്ട് കണ്ടോ നല്ല പ്രശാന്ത സുന്ദരമായിട്ട് ഒഴുകുന്ന നല്ലൊരു തോട്. അത്രയ്ക്ക് നല്ല സുന്ദരമായ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ വന്നിട്ടുള്ള കുളിക്കുന്ന ആളുകളുടെ തിരക്ക് ഇത് നിങ്ങള് പിന്നെ ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കേട്ടറിവുള്ളൂ, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം നോക്കുമ്പോൾ വൈബ് സംഭവമാണ്. അതിൽ പറഞ്ഞ വെച്ചാൽ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞ വെച്ചാൽ ഓക്കെ അടിപൊളി. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ എല്ലാവരും വന്നിട്ട് ഈ തോട്ടിൽ കാലിട്ടിട്ട് രാഗിലെ ഇളക്കിയിട്ട് ആനന്ദിച്ചിരിക്കുന്ന വലിയ നല്ല സുഖമുള്ള ഒരു പരിപാടിയാണ്. നീന്തൽ പഠിക്കാവുന്നവർക്ക് നീന്തൽ പഠിക്കുക, കാറ്റ് കൊള്ളുന്നവർക്ക് കാറ്റ് കൊള്ളാം. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചോട്ട് ഇവിടെ ഇരുന്നോട്ട് അത് ചെയ്യാം. അത്രയ്ക്ക് നല്ല സ്ഥലം, ഏറ്റവും അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഈ മഴക്കാലത്ത് ഇവിടെ വരും. നല്ലൊരു മനസ്സിനൊരു സമാധാനമാണ്. ഇപ്പോൾ ഒരുപാട് കച്ചവടങ്ങളൊക്കെ അത് വന്നിട്ടുണ്ട്. ബീച്ച് പോകുന്നതിന് പകരം ഇപ്പോൾ കുട്ടികൾ കൊണ്ട് ഇവിടെ വരികയാണ്. കോഴിക്കോട് പോകുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇപ്പോൾ നാസർക്ക് അവരുടെ അനുഭവമാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? നമ്മളിവിടെ അടുത്ത പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്, കുന്നമംഗലത്ത് തന്നെയാണ്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം, അതേപോലെ തന്നെ ഒരു നല്ല ഒരു വിശേഷം എന്താ പറയുക, മലകളും ഇതൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ്. ഈ വരുന്ന സമയത്ത് നമ്മളൊരു റിലാക്സിന് വരുന്നതാണല്ലോ. ഇപ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു നല്ല ഒരു റിലാക്സ് കിട്ടുന്നല്ലോ. ഇപ്പൊ പൊതുവെ വെള്ളം കുറവാണ്. ഈ ലെവലിൽ വെള്ളം ഉണ്ടാവും, നിങ്ങൾ ഇരിക്കുന്ന ലെവലിൽ. ഇപ്പൊ വെള്ളം കുറവാണ്. ഞാൻ രണ്ടാഴ്ച ഇവിടെ വരും. ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി കേട്ടറിവുള്ളൂ, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ നോക്കുമ്പോൾ വൈബ് സംഭവമാണ്. കുറച്ചുകൂടി നേരത്തെ പറഞ്ഞ വെച്ചാൽ ഓക്കെ അടിപൊളി. ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ കൊണ്ടാണ്. അടിപൊളിയാണ്, നല്ല വൈബാണ്. ഫുള്ള് വെള്ളമാണ്, നല്ല രസമാണ്. പ്രത്യേക വൈബാണ്. വെള്ളം കുറഞ്ഞു എല്ലാരും വരട്ടല്ലേ? അടിപൊളിയാണ്. അന്ന് അടിപൊളിയാണ് അവിടെ സംഭവം. ഫുള്ള് വെള്ളം. ആരും അറിഞ്ഞില്ല ചാടുണ്ട്. ഞങ്ങൾ ഈ ഞായറാഴ്ച ഇത് വെച്ചാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി ഒന്ന് മനസ്സ് വെച്ചാൽ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്താനും അതുവഴി നല്ല വരുമാന സ്രോതസ് പഞ്ചായത്തിലേക്ക് സംഘടിപ്പിക്കാനും ഒക്കെ പറ്റാവുന്ന ഒരു പ്രദേശമാണ്. ഇതുകൊണ്ടോ ഇവിടുത്തെ കരിമ്പിൻ തോട്ടം, അപ്പുറത്ത് കൈതത്തോട്ടമുണ്ട്, അതേപോലെ നല്ല പുൽമേടുകൾ, നല്ല ഈ കരിങ്കൽക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഒഴുകുന്ന നല്ല
ചെറിയ ഒരു തോട്, ഇത്ര നല്ല സുന്ദരമായ പ്രദേശമാണ്. ഒഴിവ് സമയം ആഘോഷിക്കാൻ വേണ്ടി പറ്റാവുന്നവരൊക്കെ ഈ ചാത്തമംഗലം പഞ്ചായത്തിലെ സങ്കേതം എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക് വന്നിട്ട് ഇവിടെ ഒഴിവു സമയം കണ്ടെത്താനും ആഘോഷിക്കാനും ഈ പ്രകൃതി രമണീയമായ സ്ഥലം കണ്ട് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു പുതിയ അനുഭവം ഇവിടുന്ന് കിട്ടുന്നുള്ള ഉറപ്പാണ്. അത്രയ്ക്ക് നല്ല സെറ്റപ്പായിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ. ഈ പ്രദേശം ഒന്ന് വന്ന് കാണാനും ഇവിടുത്തെ പുതിയ അനുഭവങ്ങൾ എല്ലാവരും പങ്കുവെക്കാനും ഒക്കെ ഇവിടെ എത്തിച്ചേരണമെന്ന് പറയണം.